അപ്പോൾ ഇന്ന് നമ്മൾ ഗുണ്ടൽപേട്ടയിലേക്ക് ഈ ബൈക്കിന് പോകാൻ പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ള് ട്രാവലിംഗ് പരമായിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പം ലാസ്റ്റ് വരെ ശ്രദ്ധിച്ചിരുന്ന് കാണുവാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജമന്തി തോട്ടാണ്. ഇവിടെ ജമന്തി മാത്രമേ ഉള്ളൂ. ജമന്തിയും പിന്നെ ചെറിയ മുക്കൂറ്റിയോ അങ്ങനത്തെ ഒരു നീല വയലറ്റ് നിറത്തിലുള്ളൊരു പൂവുണ്ടല്ലോ, അത് അപ്പുറത്തെ തോട്ടത്തിലുള്ളത് ഇതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സീസൺ ടൈം കഴിഞ്ഞു. ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ടൈം ആകും. കാരണം ആ ടൈമിൽ എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. ഫീവർ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഹോസ്പിറ്റലായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ അടുത്ത വർഷം നിങ്ങൾ ഏത് സമയത്ത് വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂൺ മാസം തൊട്ടിട്ട് ഓഗസ്റ്റ് പകുതി വരെയാണ് ഈ പൂക്കളുടെ ടൈമുള്ളത്. കാരണം ഓഗസ്റ്റ് മാസം പകുതി ആകുമ്പോഴത്തേക്കിനും ഏകദേശം പൂ വാടി തുടങ്ങും. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ഏകദേശം പൂക്കളെല്ലാം കരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ലേറ്റായിട്ടാണ് വന്നത്. പിന്നെ പറയണ്ടല്ലോ, ഓണത്തിൻ്റെ ടൈമിൽ ഈ പൂക്കൾ മൊത്തവും പോണത് കേരളത്തിലേക്കാണ്. എക്സ്പെഷ്യലി വയനാട്ടിലേക്കാണ് ഈ പൂക്കൾ കൂടുതലും പോകുന്നത്. അപ്പോൾ കുറച്ച് നേരത്തെ വരാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള തോട്ടത്തിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ എൻട്രി ഫീസ് വരുന്നത് 20 രൂപയാണ്. ഒരാൾക്ക് 20 രൂപയാണ് ഇവർ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പിന്നെ ഗൂഗിൾ പേ ഉള്ളെങ്കിൽ ഗൂഗിൾ പേ ആയിട്ട് അവർ സ്വീകരിക്കുന്നതാണ്. ഗൂഗിൾ പേ ഉണ്ട് അവരുടെ അടുത്ത്. ഞാൻ ഗൂഗിൾ പേയിലാണ് കൊടുത്തത്. അപ്പോൾ നോക്കുക. ഇതിലാണ് എൻട്രൻസ് വരിക. ഉള്ളിലേക്ക് കയറി പോകണം. ഇത് ഹൈവേ റോഡാണ്, ഗുണ്ടൽപേട്ട മൈസൂർ ഹൈവേ റോഡാണ്. നമ്മൾ വരുന്ന വഴി തന്നെ ഉണ്ടാവും ഈ പൂവ്. ഗാന്ധിൻ്റെ നമ്മളിപ്പോൾ അങ്ങോട്ടേക്കാണ് പോണത്. ചെറിയൊരു സൂര്യകാന്തി തോട്ടമാണ്. അവിടെയായിട്ടാണ് സൂര്യകാന്തി ഉള്ളത്. ചെറിയ തോട്ടം. നമ്മൾ ആദ്യം കണ്ടതിലും കുറച്ചുകൂടെ അതിലും ചെറുതാണ് ഈ തോട്ടം. സൂര്യകാന്തി ചെറിയ കുഞ്ഞി തോട്ടം. സൂര്യകാന്തിൻ്റെ ബാക്കിയൊക്കെ ഇത് ചെറിയ സൂര്യകാന്തിൻ്റെ തൈയാണ്. മുങ്ങി വരണം. ഒരു 4 അടി 3 അടി പൊക്കത്തിലെങ്കിലും ആവണം. ചെറിയ കുഞ്ഞ് തൈകളെ വേണ്ടു. എന്തൊക്കെയില്ല. ഇതെന്താ ഇതിന്റെ? ഇതൊക്കെ മുതിരയാ? അത് ആ വെള്ളം അതിന്റെ അപ്പുറത്തുള്ളതോ? അതോ മുതിര അത്. ഇതിന്റെ സൂര്യകാന്തി തോട്ടത്തിന്റെ തൊട്ടപ്പുറത്തുള്ള അത് മുതിരയാ. ആ ഒരു തോട്ടം മൊത്തം മുതിരയാ. മുതിര എന്താണെന്ന് പറഞ്ഞു കൊടുക്കില്ലല്ലോ. എടാ, അത് എനിക്കറിയെങ്കിൽ ഞാൻ പറയില്ലേ. എനിക്കറിയില്ല. അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യൂട്ടോ. കമന്റ് ചെയ്യും. മുതിര ഏത് ഈ പൂമ്പ് പോലുള്ളത്? ഇതെന്താ സാധനം? ഇത് ഇറങ്ങാം, ഇങ്ങോട്ടേക്ക് ഇറങ്ങടാ. ഇതിൽ കൂടെ ഇറങ്ങാം. ഇത് ഈ ലോക്കൽ സ്ഥലത്തെ കണ്ടത് 4 സ്ഥലത്ത് പൂവുണ്ട്, 4 സ്ഥലത്ത് പൂവില്ല. അതെ, സൂര്യന്റെ ദിശയിലേക്കാണ് ഈ പൂ നിൽക്കുന്നത്. സൂര്യൻ ഈ ഒരു ഭാഗത്തായിട്ടാണുള്ളത്. മേഘമായതുകൊണ്ട് കാണാത്തയാ. പക്ഷെ ആ ഒരു ദിശയിലേക്ക് നോക്കിയിട്ടാണ് ഈ പൂക്കളെല്ലാം നിൽക്കുന്നത്. കണ്ടോ, എല്ലാ പൂക്കളും ആ ഒരു ദിശയിലേക്കാണ് നോക്കി നിൽക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കാണാം.
ഉണ്ടോ സൂര്യകാന്തി പൂക്കളുടെ ഇത് ഇതെന്ത് സാധനമാണെന്നൊരു പിടിയില്ല. എന്താണോ ആവും. ഇത് അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇത് പിടിക്കുന്നു. ഇതുണ്ടോ, ഇത് തൊട്ടിലാണ്, ചെറിയ മക്കളെ കിടത്തുന്ന തൊട്ടിൽ. ഇത് ഈ അമ്മമാരൊക്കെ ഇവിടെ ജോലി ചെയ്യാൻ നേരത്ത് ചെറിയ പിള്ളേരുള്ളപ്പോൾ എന്ത് ചെയ്യും, ഈ തൊട്ടിൽ കിടത്തിയിട്ടാണ് അവർ ജോലികൾ ചെയ്യുക. ഈ പുല്ല് പറിക്കലും നില ഒരുക്കുന്നതും അങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നത് ഇവിടെ ഈ തൊട്ടിൽ കിടത്തിയിട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഈ തൊട്ടിൽ ഞാൻ കണ്ടിട്ടുള്ളത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമയിൽ മാത്രമേ ഇങ്ങനെ മരത്തിൻ്റെ മേലെ തൊട്ടിൽ കെട്ടി കിടത്തിയത് കണ്ടിട്ടുള്ളൂ. ഇതിപ്പോൾ കർണാടകയിൽ വന്നാൽ ഇതുപോലുള്ള പല സംഭവങ്ങളും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇതൊക്കെ റോഡ് സൈഡിൽ തന്നെയാണ്. ഗുണ്ടൽപേട്ട എത്തണ്ട, നമ്മൾ ഗുണ്ടൽപേട്ടയിലേക്ക് പോണ ആ വഴി തന്നെയുള്ള ആ മെയിൻ റോഡിൽ തന്നെയാണ് ഈ പൂക്കളും ഈ സംഭവങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇപ്പോൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നേരത്ത് മിക്കവാറും ഈ പൂവിൻ്റെ സീസൺ എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. എങ്ങനെ പോലും പൂവിൻ്റെ സീസൺ കഴിഞ്ഞിട്ടേ ഇത് അപ്ലോഡ് ചെയ്യത്തുള്ളൂ. കാരണം ഒരുപാട് വീഡിയോ നമുക്ക് പെൻഡിങ് ഉണ്ട്. ആ വീഡിയോ എല്ലാം അപ്ലോഡ് ആയതിന് ശേഷമേ ഇത് ഇടുള്ളൂ. അപ്പോൾ അടുത്ത വർഷം മിസ് ചെയ്യാതെ കാണേണ്ട സ്പോട്ടുകളൊക്കെയാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. ഉള്ള സ്ഥലത്ത് തന്നെ ഒരു 500 മീറ്റർ ദൂരം ഉണ്ടാവുള്ളൂ ഈ തോട്ടമൊക്കെ. ടോൾ ഗേറ്റ് അവിടെ ആയിട്ടാണ് ഒരു മെയിൻ റോഡ് തന്നെ. ഇവിടെ കുറച്ചുകൂടെ അടിപൊളിയായിട്ട് സൂര്യകാന്തി ചെടികൾ കുറച്ചുകൂടെ കൂടുതലുണ്ട്. നമ്മൾ ആദ്യം പോയ സൂര്യകാന്തി കുറവാണ്, ഇവിടെ കുറച്ചുകൂടെ കൂടുതലുണ്ട്. ഇപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഗോപാലസ്വാമി ടെമ്പിളിലേക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ ക്യൂ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അത്രത്തോളം ക്യൂ ഉണ്ടായിരുന്നു നമുക്ക് ഈ ടെമ്പിളിലേക്ക് പോകാൻ. നമ്മുടെ പ്രൈവറ്റ് വണ്ടി അലോഡല്ല ഈ മലയുടെ മുകളിലേക്ക്. അതായത് നമ്മളൊരു പകുതി വരെ, ഇവരുടെ ബോർഡർ വരെ, മലയുടെ ബോർഡർ വരെ നമുക്ക് നമ്മുടെ പ്രൈവറ്റ് വണ്ടി കൊണ്ട് വരാം. അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട്, പേ പാർക്കിംഗ് ആണ്. പിന്നെ അതേപോലെ തന്നെ അവിടുന്ന് പിന്നീട് ഗവൺമെൻറ്റിൻ്റെ തന്നെ KSRTC ഇല്ല, അവരുടെ കർണാടക ബസ്സുണ്ട്. ആ ബസ്സിൽ നമ്മൾ മലയുടെ മുകളിലേക്ക് പോകണം. ഏകദേശം ഒരു 2-3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട് ദൂരം. പിന്നെ ഈ ലൊക്കേഷൻ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുണ്ടൽപേട്ടയിൽ നിന്ന് ഗൂഡല്ലൂർക്ക് പോണ വഴി വരിക. ഏകദേശം ഗുണ്ടൽപേട്ടയിൽ നിന്നൊരു 25-24 കിലോമീറ്റർ എങ്ങാണ്ടേ ഉള്ളൂ ഈ ഗോപാലസ്വാമി ടെമ്പിളിലേക്ക്. അപ്പോൾ അങ്ങനെ വരിക. പിന്നെ അവിടെ കയറുമ്പോൾ നമ്മൾ ചെരുപ്പ് ഊരിയിട്ടിട്ട് വേണം കയറാൻ. ചെരുപ്പ് ഊരാൻ പറ്റാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ചെരുപ്പ് ഊരിയിടണം. അതേപോലെ തന്നെ അവിടുത്തെ അമ്പലത്തിൻ്റെ അവിടെയുള്ള വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നമ്മൾ വന്ന വണ്ടി ഈ വണ്ടിയാണ്, ഫസ്റ്റ് വണ്ടിയാണ് നമ്മൾ വന്നത്. അവിടുന്ന് തന്നെ താഴേന്ന് മുകളിലേക്ക് ബസ്സിൽ വന്നിട്ട് പിന്നെ അവിടെ തിരിച്ച് പോകണമെന്നുണ്ടെങ്കിൽ ക്യൂ നിൽക്കണം. അതേപോലെ മുകളിലേക്ക് വരണമെന്നുണ്ടെങ്കിലും ക്യൂ നിൽക്കണം. പിന്നെ ടിക്കറ്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 70 രൂപ വെച്ചിട്ടാണ് ടിക്കറ്റ് ചാർജ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾക്ക് 70 രൂപയാണ്. അപ്പോൾ അങ്ങനെ ഈ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കാറ്റ് നല്ല ഒരു രക്ഷയില്ലാത്ത കാറ്റാണ്. നല്ല തണുത്ത അടിപൊളി കാറ്റാണ്. ഞങ്ങൾ വരുന്ന വഴി ബസ്സിനകത്തുനിന്ന് തന്നെ ഞങ്ങൾ ആനേനെ കണ്ടായിരുന്നു. അത് ആനയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവർ ബസ് നിർത്തി നമുക്ക് കാണിച്ചൊക്കെ തരും. അതിനൊന്നും കുഴപ്പമില്ല, വെച്ചിലക്കി വിടത്തൊന്നുമില്ല. ആനയൊക്കെ ഉണ്ടെങ്കിൽ ബസ് നിർത്തി കാണിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇറങ്ങി പോകാൻ പറ്റില്ല. നമുക്ക് വണ്ടീൻ്റെ ഉള്ളിൽ ഇരുന്ന് തന്നെ ഫോട്ടോ ഒക്കെ എടുക്കാം. എനിക്ക് വിൻഡോ സീറ്റ് അല്ല കിട്ടിയത്, പോകാൻ നേരത്തെ എനിക്ക് വിൻഡോ സീറ്റായിരുന്നു കിട്ടിയത്. ഞാൻ കാണിച്ചു തരാം. ഒരു വിധപ്പെട്ട വ്യൂ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട്, ഫോണിൽ എടുത്തിട്ടുണ്ട്. ഇത് കംപ്ലീറ്റ് കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഗോപാലസ്വാമി ടെമ്പിള് കല്ലാണ് ഫുള്ള്.
പുറംഭാഗം കംപ്ലീറ്റ് കല്ലാണ്. പിന്നെ ഫുള്ള് പുറത്തേക്ക് ഉള്ള വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അടിപൊളിയാണ്. ഫുള്ള് മൊട്ടക്കുന്നുകളാണ്, കംപ്ലീറ്റ് മൊട്ടക്കുന്നാണ്. നല്ല പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള നല്ല മൊട്ടക്കുന്ന്, അടിപൊളിയാണ്. കാണുമ്പോൾ തന്നെ കയറി ചാടി കിടക്കാൻ തോന്നും, അതുപോലത്തെ അടിപൊളി. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ പോകണമെന്നേ തോന്നില്ല, അത്രയ്ക്ക് നല്ലൊരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് ഈ മലയുടെ മേളിൽ. ശരിക്കും പറഞ്ഞാൽ ഗുണ്ടൽപേട്ട വരുന്നുണ്ടെങ്കിൽ ഈ പൂ കാണാൻ വരുന്നത് മാത്രമല്ല, ഇങ്ങോട്ടും കൂടെ വരാനായിട്ട് ശ്രമിക്കുക. അടുത്തൊരു വർഷം എന്തായാലും പൂവും കാണുക, അതേപോലെ തന്നെ ഈ ഗുണ്ടൽപേട്ടയ്ക്ക് വരിക, ഈ മലയിലേക്ക് വരികയും ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ പോകാൻ നേരത്ത് വിൻഡോ സീറ്റാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഈ മല ഇറങ്ങാൻ നേരത്ത് നല്ല വ്യൂ ആണ് നമുക്ക്. മല കയറുമ്പോഴും മല ഇറങ്ങുമ്പോഴും അടിപൊളിയാണ്, രണ്ട് സൈഡിലും അടിപൊളിയാണ്. നമുക്ക് തന്നെ ലാസ്റ്റ് ഒരു കൺഫ്യൂഷൻ വരും ഏത് സൈഡിലിരിക്കണമെന്ന്. അങ്ങോട്ട് പോകുമ്പോൾ ഡ്രൈവർ ഇല്ലാത്ത ഭാഗം നോക്കിയിരിക്കുക, ഡ്രൈവറുടെ സീറ്റിൻ്റെ നേരെ ഡ്രൈവറിൻ്റെ ഭാഗത്ത്, അങ്ങോട്ട് പോകുമ്പോൾ ഡ്രൈവറിൻ്റെ ഭാഗത്തല്ലാതെ ഇരിക്കുക, ഇങ്ങോട്ട് വരുമ്പോൾ ഡ്രൈവറിൻ്റെ ഭാഗത്തായിട്ടിരിക്കുക. അങ്ങനെ ചെയ്യുക. അപ്പോൾ നല്ല വ്യൂ നിങ്ങൾക്ക് കിട്ടും. മല ഇറങ്ങുമ്പോൾ കണ്ടാൽ നല്ല അടിപൊളിയായിട്ട് കാണാനായിട്ട് പറ്റും. അങ്ങോട്ടേക്ക് വേറെ ആൾക്കാരെ കൊണ്ട് പോകുന്നുണ്ട് ബസ്. അടിപൊളിയാണ്. ഒരുപാട് എന്താ പറയുക, വന്നത് മുതലായെന്ന് തന്നെ ഞാൻ പറയും. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെയാണ് നമുക്കുള്ളത്. പിന്നെ അതേപോലെ നിങ്ങൾ വരുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ടൂ വീലർ കൊണ്ടാണ് വരുന്നതെങ്കിൽ ഹെൽമെറ്റ് ഒരു കാരണവശാലും വണ്ടിയിൽ വെച്ചിട്ട് വരരുത്. ഇനിയിപ്പോൾ അഥവാ വേറെ നിവർത്തില്ല എന്നുണ്ടെങ്കിൽ അവിടേക്ക് ഹെൽമെറ്റ് കയറ്റി വിടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ലഗേജൊക്കെ അവർ പരിശോധിക്കുന്നുണ്ടായിരുന്നു. അവർ നോക്കും എന്തൊക്കെയാണ് എടുത്തുകൊണ്ട് പോകണമെന്നൊക്കെ നോക്കും. അപ്പോൾ ഒന്നെങ്കിൽ വീട്ടിൽ നിന്ന് ഈ ടൂ വീലറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് ലോക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ചെയിൻ ലോക്കോ കാര്യങ്ങളോ എന്തെങ്കിലും എടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഹെൽമെറ്റ് പോകും, യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല അവർക്ക്. പിന്നെ അതേപോലെ ഗൂഗിൾ പേ എടുക്കുന്നതല്ല, ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട്. ടിക്കറ്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ കയ്യിൽ നിന്ന് പൈസ തന്നെ കൊടുക്കണം, ക്യാഷ് തന്നെ കൊടുക്കണം. ഗൂഗിൾ പേ എടുക്കൂല അവർ. ഞാൻ കുടുങ്ങിപ്പോയി എന്ന് വിചാരിച്ചതായിരുന്നു. ഭാഗ്യത്തിന് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇവിടെ വരുന്ന മലയാളീസ് മാത്രമാണ്. കർണാടകക്കാർ വളരെ കുറവ് ആൾക്കാരാണ് ഇവിടെ ഞാൻ കണ്ടത്. അപ്പോൾ വരാൻ നേരത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിൽ പൈസ എടുക്കുക. കുടുങ്ങിപ്പോയെന്ന് പറഞ്ഞല്ലോ, അത് എൻ്റെ കയ്യിൽ ഗൂഗിൾ പേ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവർ ഗൂഗിൾ പേ എടുക്കില്ലായിരുന്നു. അപ്പോൾ ലാസ്റ്റ് എൻ്റെ ഫ്രണ്ടിൽ നിന്നൊരു ചേട്ടൻ മലയാളിയാണ്, പോരാത്തതിന് വയനാട് പനമരത്തുള്ളൊരു മനുഷ്യനും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒരു മടിയും കൂടാതെ എനിക്ക് പൈസ തന്നു. വലിയ മനസ്സിന് ഒരുപാട് നന്ദി. അതേപോലെ തന്നെ നമ്മൾ തിരിച്ചു വരുന്ന വഴി, ഈ ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പോകുന്ന വഴി കണ്ടൊരു അടിപൊളി ഒരു വ്യൂ ആണിത്. പൂക്കളുടെ തോട്ടാണ്, ജമന്തി തോട്ടാണിത്. ഇത് കുഞ്ഞു ജമന്തിയാണ്, പൊക്കം വെക്കാത്ത ചെറിയ കുഞ്ഞു ജമന്തി. പിന്നെ ഈ ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പോകുന്ന വഴിയും നമുക്ക് ഇഷ്ടംപോലെ സൂര്യകാന്തിയും അതേപോലെ തന്നെ ചെണ്ടുമല്ലിയും എല്ലാ സംഭവങ്ങളും ഉണ്ട്. പോകുന്ന വഴി തന്നെ ഒരുപാട് പൂക്കളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഗുണ്ടൽപേട്ട മെയിൻ റോഡിൽ നിന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ വിഷമിക്കണ്ട, നമ്മൾ ഗോപാലസ്വാമി ടെമ്പിളിലേക്ക് പോകുന്ന വഴിക്കും ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ടൗണൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട്, ഗുണ്ടൽപേട്ട ടൗണൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെയാണ് വീട്ടിലേക്ക് പോയത്. അപ്പം ഈ ട്രാവലിംഗ് വീഡിയോ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.